തന്നെ നിന്റെ ചിക്കൻ ബോക്സ് ഒക്കെ മാറിയാ? എന്നാ പിന്നെ നാളെ തൊട്ട് നീ വന്നോ. ഇവിടെ തൽക്കാലം ഇപ്പൊ ഒരു ചെക്കൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നീ വരികയാണെങ്കിലേ അവനെ പറഞ്ഞുവിടാ, കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ നീ നാളെ വാ. ശരി. മുജീബേ, ഇവിടെ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവൾക്ക് ചിക്കൻ ബോക്സ് ആണെന്നാണല്ലോ പറഞ്ഞത്. അവളുടെ അസുഖമൊക്കെ മാറിയത്രേ. അവള് നാളെ മുതൽ വരാൻ പോവാണെന്ന് പറഞ്ഞത്. അവള് കുറെ വർഷമായി ഈ വീട്ടിൽ പണിക്ക് നിൽക്കണത്. പെട്ടെന്ന് അവളെ കൊണ്ട് വരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൾക്ക് ഒരു വിഷമമാവും. പോരാത്തതിന് 2 കുട്ടികളും ഉണ്ട്. അപ്പോൾ അവളെ കൊണ്ട് വരണ്ടാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നീ നല്ലതൊക്കെ തന്നെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ നീ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവള് വരുന്ന വരെ തന്നെ നീ നിൽക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ അവള് നാളെ വരികയാണത്രേ. അപ്പൊ എന്നാ പിന്നെ നീ നാളെ തൊട്ട് വരണ്ടാട്ടാ. ശരി, കുഴപ്പമില്ല. ശരി. റസിയ, അവള് നാളെ മുതൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് സന്തോഷായില്ലേ? ആര്? ജോലിക്കാരിയെ. അവളുടെ അസുഖമൊക്കെ മാറിയത്രേ. അപ്പൊ അവള് നാളെ മുതൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുജീബോ? നീ തന്നെയല്ലേ പറഞ്ഞത് അവനെ പറഞ്ഞു വിടാന്. അപ്പൊ ഞാൻ അവനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നാളെ മുതൽ ജോലിക്കാരി വരികയാണ്, നീ വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലമ്മ, ഉപ്പ വരാൻ എന്തായാലും ഇനി 2-3 ദിവസം കഴിയുമല്ലോ. അതുവരെ മുജീബ് ഇവിടെ നിന്നോട്ടെ. ആ സ്ത്രീ ആണെങ്കിൽ രാത്രി കിടക്കാൻ നിൽക്കുമൊന്നുമില്ലല്ലോ. മുജീബ് ആണെങ്കിൽ രാത്രി കിടക്കുകയും ചെയ്യുമല്ലോ. അപ്പൊ ഉപ്പ വരുന്നവരെങ്കിലും മുജീബ് ഇവിടെ നിന്നോട്ടമ്മ. എന്ത് പറ്റി നിന്റെ വായിന്ന് ഇങ്ങനെയൊക്കെ വരുന്നു? നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ മുമ്പ് പറഞ്ഞത്. അവനെ പറഞ്ഞുവിടാനൊക്കെ അല്ലേ പറഞ്ഞത്. എന്നാ പിന്നെ ഉപ്പ വരട്ടെ അല്ലേ, അതുവരെ നിൽക്കട്ടെ അല്ലേ അവൻ. എനിക്കും അവൻ ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് ഇഷ്ടം. ഞാൻ പോയിട്ട് അവൻ്റെ അടുത്ത് പറയാല്ലേ. എന്നാ പിന്നെ എന്നാ പിന്നെ അവനെ കൊണ്ട് പറയട്ടെ. മുജീബേ, റസിയാന്റെ ഉപ്പ വരുന്നവരെ നീ ഇങ്ങോട്ട് വാട്ടാ. അവളാകുമ്പോ രാത്രി കിടക്കില്ലേ, അവൾക്ക് 2 കുട്ടികളുള്ളതല്ലേ. അപ്പൊ നീ ആകുമ്പോ കുഴപ്പമില്ലല്ലോ, നീ ആകുമ്പോ രാത്രിയും കിടക്കുമല്ലോ. ഞാൻ അവളെ വിളിച്ച് പറയാം, റസിയാന്റെ ഉപ്പ വന്നിട്ട് അവളെ കൊണ്ട് വന്നാൽ മതി എന്ന് പറയാം. ഞാൻ ആ കാര്യം ആദ്യം ഓർത്തില്ല. എന്തായാലും നീ ഇത്രത്തോളം നിന്നില്ലേ, ഇനിയിപ്പോ റസിയാന്റെ ഉപ്പ വരുന്നവരെയും കൂടി ഒന്ന് നിൽക്ക് നീ. റസിയും പറഞ്ഞു നിന്നെ ഇവിടെ നിർത്താനേ, ഉപ്പ വരുന്നവരെ. അവൾക്ക് പേടിയുണ്ട് തോന്നുന്നു രാത്രി കിടക്കാൻ. അപ്പൊ എന്നാ പിന്നെ ഉപ്പ വരുന്നവരെങ്കിലും നീ ഇവിടെ നിൽക്കട്ടാ. ശരി. ഉപ്പ വന്നു കഴിഞ്ഞാൽ പോവൂല്ലേ? പോകാതെ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. നീ പോയി കഴിഞ്ഞാൽ വീണ്ടും അവൻ ഇതുപോലെ വന്നാലോ? എനിക്ക് പേടിയാവും. ഉമ്മാക്കാണെങ്കിൽ അറിയൂല, ഞാൻ എന്ത് ചെയ്യും? എപ്പോഴും അതിന് ഞാനിവിടെ ഉണ്ടാവുമോ? നീ നിന്റെ ഉമ്മാന്റെ അടുത്ത് പറ കാര്യങ്ങളൊക്കെ. പിന്നെ നിന്റെ ഉപ്പ വരുമല്ലോ, ബാക്കി കാര്യങ്ങളൊക്കെ നിന്റെ ഉപ്പ നോക്കിക്കോളും. ഉപ്പ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ തല്ലിക്കൊല്ലും. അതോടെ എന്നെ പുറത്തേക്കും വിടില്ല. പിന്നെ എന്റെ കോളേജിൽ പോക്കും അതോടെ നിൽക്കും. മുജീബിന് ഇവിടെ തന്നെ നിന്നൂടെ? അത് ഞാനല്ലല്ലോ തീരുമാനിക്കുക. ഞാൻ ഉമ്മാനോട് പറയാം. നിന്റെ ഒരു കാര്യം. നിങ്ങൾ മാറ്, ഞാൻ ചെലവ് തേങ്ങ. ഇനിയിപ്പൊ MBA പൈസ നിന്നെ കൊണ്ട് തേങ്ങ ചെലപ്പിച്ചെന്ന് പറയണ്ട. നിങ്ങൾ മാറ്. വേണ്ട, ഞാൻ തന്നെ ചെലവിക്കോളാം. എന്നിട്ട് വേണം നിന്റെ ഉമ്മ കണ്ടു തരാം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ചെലവ് മാറും. എനിക്ക് പണി ചെയ്ത് ശീലമൊന്നുമില്ല. എന്നാലും നീ പണി ചെയ്യുമ്പോഴേ എന്തോ ഒരു വിഷമം. എങ്ങനെ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്ക് ഇഷ്ടമാണ് മുജീബിനെ. നീ എന്താ പറയണത്? നിന്റെ ഉമ്മയും വാപ്പയും അറിഞ്ഞാലും എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ. ഞാനിവിടെ പഠിക്കാൻ നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒരു ജോലിയും ഇല്ല. നിങ്ങളാണെങ്കിൽ പൈസക്കാരും, ഞങ്ങളാണെങ്കിൽ പാവങ്ങളും. ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇവിടെ വീട്ടിലേക്ക് പണിക്ക് വന്നത്. അതൊന്നും എനിക്കറിയില്ല മുജീബെ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് അത്രേ അറിയുള്ളൂ. നിന്നെ കാണുമ്പോൾ എനിക്കൊരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കത് മതി. അതൊന്നും നടക്കില്ല റസിയ. നിനക്ക് കാര്യങ്ങൾ അറിയാണ്ടാണ്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഇഷ്ടമാണ് മുജീബിനെ. നീ നല്ലവനാണെന്നാണ് വിചാരിച്ചത്. ഇപ്പോഴല്ലേ മനസ്സിലായി?
ഇത്? ഉമ്മ, എനിക്ക് മുജീബിനെ ഇഷ്ടമാണ്. അവളുടെ ഒട്ട് അറിഞ്ഞാലുണ്ടല്ലോ പഠിച്ചോനെ എന്താ ഉണ്ടാവാൻ തന്നെ എനിക്കറിയില്ല. അപ്പോൾ മൂപ്പര് പറഞ്ഞതാണ് ചെക്കനെ വിശ്വസിച്ച് നിർത്തണ്ടാന്ന് പെൺകുട്ടിയല്ലേ വീട്ടിലുള്ളതെന്ന്. നീ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് പോയിക്കോ. നിന്റെ കൂലി ഇപ്പൊ തന്നെ പോയിക്കോ. നീ ഇവിടെ നിൽക്കണ്ട, പോയിക്കോ. അമ്മ എന്താ അമ്മ? പോലെയുണ്ട് നിക്കടി, ഞാൻ ഇപ്പൊ തന്നെ ഉപ്പാന്റെ അടുത്ത് പറയാൻ പോകണം. അങ്ങോട്ട് പോടി. എവിടെ അവള്? ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരു സമാധാനവും തരണ്ടാട്ട രണ്ടാളും എനിക്ക്. ഞാൻ ഇതിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് തോന്നിയ പോലെ നടക്കാൻ വേണ്ടിയിട്ട് പോയുമ്പോൾ ഒരു പണിക്കാരനെ അവൾ നോക്കിയിരിക്കുന്നു, കുടുംബത്തിന്റെ അന്തസ്സ് വർദ്ധമാനം കളയാൻ വേണ്ടിയിട്ട്. എനിക്കൊരു നിലയും വരിയൊക്കെ ഇല്ലേ? ഇല്ല, നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു പ്രായപൂർത്തിയായി നമ്മൾ വീട്ടിലുണ്ടോ ഒരു ചെക്കനെ പിടിച്ച് പണിക്ക് നിർത്തിയിരിക്കുന്നത്? എവിടെ അവൾ വന്നിട്ട്? അവിടെ റൂമിലുണ്ട്. റസിയ, നിന്നെ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് നിന്നെ കഷ്ടപ്പെട്ട് വളർത്തുന്നത്, ഞങ്ങളുടെ അഭിമാനം അന്തസ്സൊക്കെ കളയാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ലെങ്കിലും എന്റെ അന്തസ്സും അഭിമാനവും എനിക്ക് നോക്കണ്ടേ? നിന്നെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ളതേ ഞങ്ങൾ തീരുമാനിക്കും. അതനുസരിച്ചാൽ മതി. കുടുംബത്തെ മാനം കളയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ച കല്യാണം നടക്കുള്ളൂ. എന്താ മകൻ എങ്ങനെ ഇരിക്കുന്നത്? ജോലിക്ക് പോണില്ലേ? ഇല്ലമ്മ, ജോലി പോയി. ജോലി പോയാ? എന്താ മകനെ? അവിടെ ഇപ്പൊ വേറെ ഒരാളാണ്, നേരത്തെ ഉണ്ടായിരുന്ന ആളാണ്, അയാൾ തിരിച്ചു വന്നു. സാരമില്ലമ്മ, നമുക്ക് വേറെ എന്തെങ്കിലും ജോലി കിട്ടുമോ നോക്കാം. ആ സാരമില്ല, ഈ ജോലി ഇല്ലെങ്കിൽ വേറെ ജോലി. എന്റെ മകൻ വിഷമിക്കണ്ട. റസിയ, എണീറ്റ് വല്ലതും കഴിക്കി. എനിക്ക് വേണ്ട ഉമ്മ. മുജീബ് പാവമാണമ്മ. അവന് നല്ല സ്വഭാവമുള്ള ചെക്കനാണമ്മ. ഒരു ദുസ്വഭാവവും ഇല്ലമ്മ. ഉമ്മക്ക് അറിയോ, അവൻ MBA പഠിച്ചതാണ്. അവന്റെ ഉമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ പണിക്ക് വന്നത്, വീട്ടുപണിക്ക്. കുറെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടമ്മ. ഏതെങ്കിലും ഒരു ജോലി കിട്ടും ഉറപ്പാണ്. അവൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമ്മ. പിന്നെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് എന്തിനോ വന്നതാണെന്ന് അവിടെ പണിക്ക്. ഉമ്മ പ്ലീസ് മാ. MBA പഠിച്ച ചെക്കനാ? ഞാനന്ന് അവനെ കൊണ്ട് ചോദിച്ചപ്പോ അവൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നാണല്ലോ പറഞ്ഞത്. മാതാവൻ വെറുതെ പറഞ്ഞതാണമ്മ. ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ പണിക്ക് വന്നിട്ട് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും നിൽക്കാനെന്ന് പറഞ്ഞിട്ട് കുറെ ജോലിയൊക്കെ അന്വേഷിച്ചിട്ട് എവിടെയും കിട്ടാണ്ടായതുകൊണ്ടാണ് അവൻ അങ്ങനെ വന്ന് ചോദിച്ചത്. ഉമ്മക്കറിയോ, അന്നമ്മ ചോദിച്ചില്ലോ ഒരു ചെക്കൻ ഇവിടെ വീട്ടിൽ നിന്ന് വെളിയിൽ പോയപ്പോൾ ആരാണെന്ന്? അവൻ എന്നെ കാണാൻ വേണ്ടി വന്നാണമ്മ. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നമ്മ. 4 ലക്ഷം രൂപ ചോദിച്ചിട്ട്. മുജീബ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനന്ന് രക്ഷപ്പെട്ടത്. എല്ലാ കാര്യങ്ങളും മുജീബിന് അറിയാമ്മ. എടി ദുഷ്ടത്തിയെ, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അമ്മ, മുജീബിന്റെ കാര്യം എങ്ങനെയെങ്കിലും ഉപ്പാന്റെ അടുത്ത് പറഞ്ഞു ഒന്ന് സമ്മതിപ്പിക്കുമ്മ. ഞാൻ പറഞ്ഞു നോക്കട്ടെ. എന്നാലും എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. ജോലിയൊക്കെ നോക്കണ്ടമ്മ, എന്തായാലും കിട്ടും. ആ, ഞാൻ പോയി പറഞ്ഞു നോക്കട്ടെ. നോക്കിയെന്ന് അവള് പറയണേ. അവൻ നല്ല ചക്കനാണെങ്കിലേ എന്നാ പിന്നെ നമുക്കൊന്ന് പോയി അന്വേഷിച്ചു നോക്കാം. ഇനിയിപ്പോ നമ്മുടെ ഇഷ്ടം നോക്കിയിട്ട് ആരെങ്കിലും കെട്ടിക്കൊടുക്കണക്കാട്ടി നല്ലത് അവളുടെ ഇഷ്ടം തന്നെ നമുക്ക് നടത്തി കൊടുക്കാം. ഇത് തന്നെയാണോ വീട്? ആ, ഇത് തന്നെ തോന്നുന്നു. വരി, നമുക്ക് ചോദിക്കാലോ. എനിക്ക് മാറിയിട്ടൊന്നുമില്ലല്ലോ. മാറിയിട്ടൊന്നുമില്ല, വരി. ആരാണ്? വരി. മുജീബിന്റെ വീട് തന്നെയല്ലേ ഇത്? ആ അതെ. മുജീബില്ലേ? മുജീബിന് അപ്പൊ പുറത്തു പോയുള്ളൂ. അവനക്ക് എന്തോ കടലാസ് പേപ്പർ എന്തൊക്കെയോ ശരിയാക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇരിക്കി.
മുജീബ് കുറച്ചു നാള് പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നേ വീട്ടിലെ. പണിക്കാ? എന്റെ കുട്ടി നിങ്ങളുടെ വീട്ടിൽ പണിക്ക് നിന്നാ? പാവം, എന്റെ കുട്ടി ഒന്നും പറഞ്ഞില്ല. അവൻ ഏതോ കടയിൽ ജോലിക്ക് പോകണമെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. മാമാന് ഇവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവനക്കിപ്പോ ജോലി ശരിയായി. അവൻ UK പോകാൻ പോവാണ്. കുറെ കമ്പനിയിൽ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഏതൊരു കമ്പനി ഇപ്പൊ വിളിച്ചിട്ടുണ്ട് അവന്. ആ തന്നെ, അപ്പൊ ജോലിയൊക്കെ ആയല്ലോ. എന്നാ പിന്നെ അവൻ പോണതിന് മുമ്പിട്ടേ നമുക്ക് നിശ്ചയം കഴിച്ചു വയ്ക്കാം. അവൻ വന്നിട്ട് പിന്നെ കല്യാണം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതെ. എന്താ മുജീബേ, റസേനെ എനിക്ക് ഇഷ്ടം തന്നെയല്ലേ? ഹലോ, നമ്മുടെ കല്യാണക്കാരിയാണ് ഇവിടെ സംസാരിക്കുന്നത്.